ओ हाँ जेम्स भाई है यार, क्या भाई क्या ഏയ് കണ്ടാറ് ഇന്ത്യക്കാരനെ പോലും പണിക്ക് കിട്ടുകയില്ല ഇപ്പോൾ ആരെ പോയി വിളിക്കും. കിട്ടിയാ കിട്ടി ക്യാൻസറിനോട് പൊരുതിക്കൊണ്ടിരിക്കുന്ന ഗായത്രി ഗായത്രിയെ രഹസ്യമായി സഹായിച്ചുകൊണ്ടിരിക്കുന്ന വേലക്കാരൻ രാഹുൽ അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോഴാണ് ശരിക്കുള്ള ട്വിസ്റ്റ്. എന്താ രാഹുൽ ആരാ? ഇതൊക്കെ കൊണ്ട് ചെന്ന അവരുടെ അടുത്ത് വിളയിലറിയാം ഞാൻ പറഞ്ഞില്ലെന്നാ. 10,000 60 എപ്പിസോഡല്ലേ, ഇതൊക്കെ മതി, നീ എഴുതിക്കോ. മതി ഈ പൈസക്ക് ഞാൻ ബ്രേക്കിംഗ് ബാഡ് എഴുതി തരാൻ നിനക്ക്. എന്തൊരു പണി അത് ഫുള്ള് ചെയ്ത് നമുക്ക് ഹോട്ട്സ്റ്റാറിലും ലൈവിലും എല്ലാത്തിനും കൊടുക്കാം. ഒറ്റ കഥയാ? ഫ്രണ്ടിലൊക്കെ ചെയ്തിട്ട് ബാക്കിലൊക്കെ ഫ്രണ്ടിലേക്ക് അടുത്തത് ഫ്രണ്ടിലേക്ക് എല്ലാവർക്കും കൊടുക്കും. എടാ ഇത് ഓണായി വരാൻ കുറച്ച് സമയം എടുക്കും. അതുവരെ നമുക്ക് പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വാടക പോലും കൊടുത്തിട്ടില്ല, അറിയാമോ? ഒരു ബിസിനസ് ഐഡിയക്ക് കുറവൊന്നും ഇല്ലല്ലോ. ഐഡിയ ഒന്ന് തൊലിച്ചേ പറയണ്ടേ? നമ്മളെ മലയാളികൾക്ക് ഏറ്റവും മടിയുള്ള കാര്യം എന്താ? കുളിഞ്ഞ അതിന്റെ നിനക്കോ? പണി, ക്ലീനിങ്. അത് ചെയ്തു കൊടുക്കുന്ന ഒരു കമ്പനി, അതാണ് ക്ലീൻ ഹൗസ്. അതൊന്നും നടക്കൂല, നമ്മുടെ പരിപാടിയൊക്കെ സ്റ്റക്കാവും. അത് മാത്രമല്ല, അത് ആര് ചെയ്യും? അതിന് 2 ബംഗാളികൾ പണിക്ക് വെച്ച പോലെ. ഞാൻ അവരാരും നോക്കുന്നു. അതിന് വേറൊരു ബംഗാളി നോക്കണം. ആ ഐഡിയ എനിക്ക് ഇഷ്ടപ്പെട്ടു. Our money will work and we will sit back. നമ്മുടെ പൈസ നമുക്ക് വേണ്ടി പണിയെടുക്കുന്നു, നമ്മൾ വെറുതെ ഇരിക്കുന്നു. ഇതല്ലേടാ തെണ്ടികളെ നീയൊക്കെ ജനിച്ചപ്പം മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഇരിപ്പ് കഴിഞ്ഞില്ലേ നിന്റെ ഇതുവരെ? 2-3 മാസത്തെ വാടക ഉണ്ട്. എന്താ ഉറപ്പ്? ഞാൻ ഉറപ്പ്. നിന്റെ ഉറപ്പ് വേണ്ട. നീ കഴിഞ്ഞ മാസം ഒരു 1000 രൂപ മേടിച്ചിട്ട് ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല. അത് തന്നിട്ട് നീ വർത്താനം പറ കേട്ടോ. അത് പിന്നെ അവൻ പോയി. ജെയിംസ് ചേട്ടാ 2 ദിവസത്തിൽ തന്നിരിക്കും. അതിനുവേണ്ടി ഞങ്ങൾ ഇപ്പം ജെയിംസ് ചേട്ടാക്കി എന്താ ചെയ്തത്? എന്തും ചെയ്യോ നീയൊക്കെ? അല്ല ഉറപ്പാണോ? ഓക്കെ. അയ്യോ എന്തോ ഉണ്ട്. വൈറ്റ് ഹൗസ് പരിപാടിയൊന്നും നമുക്ക് നടക്കൂലടാ. അങ്ങനെ നടക്കായിക്കൊന്നുമില്ല, നമ്മൾ വിചാരിച്ച നടക്കായിച്ചു. മിണ്ടരുത്. ഒരു ചട്ടി പോലും മര്യാദക്ക് എടുത്തു വെക്കാൻ പറ്റാത്ത നീയാ കോപ്പ്. നമുക്കൊരു ഫ്രഷ് പരിപാടി നോക്കിയാലോ? ഈ ട്രേഡിംഗ് പോലെ. അപ്പൊ അതിന് പൈസ ഒന്നും വേണ്ടേ? എടാ നമുക്ക് പറ്റിയ നമ്മുടെ എന്തെങ്കിലും പരിപാടി. അങ്ങനെ ഒരു പരിപാടി ഇവന്റെ ഒരു 0 ബഡ്ജറ്റ് സ്ക്രിപ്റ്റ് ഇല്ലേ, അത് ഷൂട്ട് ചെയ്താണ്. എന്നിട്ട് അത് എവിടെ കൊണ്ടിടും? അത് നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിനകത്തിടാം. ആരഭിനയിക്കും? നമ്മൾ തന്നെ അഭിനയിക്കണം, നമ്മൾ എല്ലാവരും ഉണ്ടല്ലോ. എന്നിട്ട് നമ്മൾ തന്നെ ഇരുന്ന് കാണാനാ? അഭിനയിച്ച കാണാനുണ്ട്. നിങ്ങളുടെ ആരും എനിക്ക് അറിഞ്ഞൂടാ. എന്നാൽ നീ അഭിനയിക്കണ്ട, നമുക്ക് അഭിനയിക്കാം. ഒരു നായിക വന്നാൽ കാണാനൊക്കെ ആളുണ്ടാവും. അത് ശരിയാ, ഒരു നായിക വന്നാൽ ഞാനൊക്കെ കാണാൻ അടിപൊളിയായിരിക്കും. കോപ്പാണ്. അപ്പോഴത്തേക്ക് നീ നായകനാണെന്ന് ഫിക്സ് ചെയ്ത. ഇവിടെ ഞാനല്ലേ ഉള്ളൂ കാണാനൊക്കെ. ആദ്യം മിണ്ടാണ്ടിരിക്കണോ? സോറി. ഒരു കാര്യം ചെയ്യാം, നായകനെ കൊണ്ടുവരാള് നായകൻ. ഹലോ ടുട്ടു, ഇനി ഞാനാരെ വിളിക്കും? എവിടെയാ മുത്തേ? ഞാനിവിടെ ഉണ്ട് മുത്തേ. അടി 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 അടി. പൂപ്പി ഗൈസ്, what the vibes? ഇത് കടിക്കത് എങ്ങോട്ട് മാൻ?
എടാ ഒരു പെണ്ണ് വേണമായിരുന്നടാ. പെണ്ണോ? ഫോറിൻ, ഇന്ത്യൻ, ബ്രിട്ടൻ, ജപ്പാൻ, തമ്മനം, പാലഘട്ടം. എടാ അതല്ലടാ, എടാ ഷൂട്ടിനാടാ. നിങ്ങൾ ഷൂട്ടും ചെയ്യോ? എടാ അതല്ലടാ, ഷോർട്ട് ഫിലിമിനാടാ. ഓ ഷോർട്ട് ഫിലിമാ. എടാ നീ പറഞ്ഞില്ല എന്താ ദീഷു? അവിടെ അമ്മയുടെ അവിടെ അമ്മയോട് ചോദിക്കാതെ വരില്ല. അതായിരുന്ന അതുമല്ല അവള് നൈറ്റായിട്ട് അഭിനയിക്കില്ല. ഐ ക്യാൻ മേക്ക് ഇറ്റ്. ഈ ഓഫർ എല്ലാവർക്കും ബാധകമാണോ? ഏത് ഓഫർ? ഈ നായികയെ കൊണ്ടുവന്നാലേ നായകനാക്കെന്ന് പറഞ്ഞൊരു ഓഫറുണ്ട്. ആ ഓഫർ ഏ എന്താണ് നാടായത്?